ചക്ക ആർക്കും വേണ്ടാത്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചക്കയുടെ ജാതകം മാറി. ചക്കയിൽ നിന്നും ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴിയാണ് പ്രതിവർഷം ഇത്രയും തുക സംരംഭകരിലേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ 60 കോടി ചക്കയിൽ 38 കോടിയും പാഴായിരുന്നു. 2018 ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് സംരംഭകർ മുന്നോട്ട് വരികയും ചെയ്തതോടെ ചക്കയുടെ കാലം തെളിഞ്ഞു. ഒരു ചക്ക പോലും നശിച്ചു പോകരുതെന്ന ലക്ഷ്യവുമായി 2018 നിലമ്പൂർ സ്വദേശി അനിൽ ജോസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ചക്കക്കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ സംരംഭങ്ങൾ തുടങ്ങാനും ചക്ക ലഭ്യമാക്കാനും പിന്തുണ നൽകുന്നു. ഐസ്ക്രീം മുതൽ ചമ്മന്തി വരെ ചക്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചക്ക ഐസ്ക്രീം, പായസം, ഉണ്ണിയപ്പം, ഹൽവ, പുട്ടുപൊടി, തോരൻ, ചക്കപ്പുഴുക്ക്, ചക്കവരട്ടി, ചമ്മന്തിപ്പൊടി, അച്ചപ്പം, പപ്പടം, കൊണ്ടാട്ടം, അച്ചാർ, ജാക്ക് ഫ്രൂട്ട് കുക്കീസ്, ചക്കക്കുരു ചമ്മന്തി, ചക്കക്കുരു കോഫി, ചക്ക ജാം എന്നിവയെല്ലാം ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ചക്കച്ചുളയിലെ പൊട്ടാസ്യം നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, ഹൃദയരോഗവും മെച്ചപ്പെടുത്തുന്നു. അണുബാധ കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ചക്കയ്ക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.